സാറേ, അതുപോലെ തന്നെ നമ്മുടെ പെന്തക്കോസ്ത് ഇടങ്ങളിലെ യൂത്ത് ക്യാമ്പ് അതൊരു പ്രധാന പങ്ക് വഹിക്കുന്നതാണ്. പക്ഷേ ആ യൂത്ത് ക്യാമ്പുകളിൽ എത്രമാത്രം യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകുന്നു എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. യൂത്ത് ക്യാമ്പുകൾ നമ്മുടെ സഭകളുടെ വ്യത്യസ്ത സഭകള് യൂത്ത് ക്യാമ്പുകൾ നടക്കുന്നുണ്ട്. പേര് യൂത്ത് ക്യാമ്പ് എന്നാണ്. പേര് യൂത്ത് ക്യാമ്പ് എന്നാണ്. അപ്പം ഈ ക്യാമ്പിനോടുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഗ്രീക്ക് വേർഡ് ഒരു ഗ്രീക്ക് വാക്ക് ഇട്ടിട്ട് അതിനപ്പുറത്ത് 2025 എന്ന് എഴുതുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന ഈ ഗ്രീക്ക് വേർഡാണ് ക്യാമ്പ് അല്ലേ? ഈ ഗ്രീക്ക് വാക്കാണ് ക്യാമ്പ്. അതിനപ്പുറത്ത് നമ്മൾ ചിന്തിക്കുന്നില്ല. അതിനപ്പുറത്ത് പിന്നെ പഴയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പണ്ട് കഴിഞ്ഞ വർഷം എന്തായിരുന്നു അതൊക്കെ തന്നെയാണ്. അപ്പൊ യൂത്ത് ക്യാമ്പുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ വളരെ സക്സസ്ഫുൾ ആയിട്ട് യൂത്ത് ക്യാമ്പ് നടത്തുന്ന ആളുകളുണ്ട്. GV യോഹന്നാനെ പോലെയുള്ള ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ വളരെ സക്സസീവായിട്ട് യൂത്ത് ക്യാമ്പുകൾ നടത്തുന്നുണ്ട്. ആ യൂത്ത് ക്യാമ്പിലേക്ക് കുട്ടികൾ എത്തിയതിനു ശേഷം വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് കുട്ടികൾ മാറുന്നുണ്ട്. ജീവിതത്തിൽ ഒരു ക്രമം അവർക്കുണ്ടാകുന്നുണ്ട്. പോയിട്ട് ഒരു 2-3 ദിവസമൊക്കെ ആയിരിക്കും അവരവരുടെ ക്യാമ്പ് ചെയ്യുന്നത്. ആ ക്യാമ്പ് കഴിയുമ്പോൾ കുട്ടികൾക്ക് വലിയ മാറ്റം ഉണ്ടാകുന്നുണ്ട്. ഇവിടെ ഈ നമ്മുടെ ഇടയിലെ ഒരു ക്യാമ്പുകളുടെ പ്രത്യേകത എന്ന് പറയുന്നത് എത്ര പേര് രക്ഷിക്കപ്പെട്ടു, എത്ര പേര് സ്നാനപ്പെട്ടു, എത്ര പേര് അഭിഷേകം പ്രാപിച്ചു, എത്ര പേര് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. ഇതൊക്കെ മാത്രമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വേറെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ട്. ഈ സ്നാനവും മാനസാന്തരവും സുവിശേഷ വേലയ്ക്കുള്ള വിളി, അന്യഭാഷ പ്രാപിക്കൽ, ഇതിലേക്ക് നമ്മൾ ഒതുങ്ങുന്നതിന്റെ കാരണം ഇതിനെ മാത്രം പരിപോഷിപ്പിക്കുന്ന ആളുകളാണ് അവിടെ വരുന്നത് എന്നുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഈ ക്യാമ്പുകളുമായി ബന്ധപ്പെട്ട് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഡു നോട്ട് അലോ പാസ്റ്റേഴ്സ് ടു കൺട്രോൾ ദ ക്യാമ്പ്. ക്യാമ്പ് കൺട്രോൾ ചെയ്യാൻ ഉപദേശിമാരെ അനുവദിക്കാതിരിക്കുക. അതിന് ചെറുപ്പക്കാരായിട്ടുള്ള കുറച്ചും കൂടെ പക്വതയുള്ള ആളുകളെ നിയോഗിക്കുക. കാരണം ഉപദേശിമാരുടെ ഭാഷ തന്നെ കുട്ടികൾക്ക് ബുദ്ധിമുട്ടാണ്. അവരിത് സഭകളിൽ സഹിച്ചിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. ഇവിടെ ക്യാമ്പ് ഭയങ്കര വെറൈറ്റി ആണെന്ന് ഇങ്ങോട്ട് വരുന്നത്. ക്യാമ്പ് ഭയങ്കര വെറൈറ്റി ആണെന്ന് ഇങ്ങോട്ട് വരുമ്പോഴാണ് ഇദ്ദേഹത്തിന്റെ ഈ എന്താ പറയുക ശബ്ദം മാറ്റിയുള്ള ആ ചർച്ചിലെ അതേ പരിപാടി തന്നെ. മോളെ എല്ലാരും വന്നോ ഈ സാധനം. ഞാനിത് മിമിക്രി പറയുകയാണെങ്കിലും ദിസ് ഷുഡ് ബി അവോയ്ഡഡ്. ഇത് അവോയ്ഡ് ചെയ്യണം. ചെറുപ്പക്കാരിൽ ഉത്തരവാദിത്വമുള്ള പക്വതയുള്ള കുറച്ചും കൂടെ വെൽ പ്രൊഫഷണൽ ആയിട്ടുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു 5-6 പേരെ ആ ക്യാമ്പിന്റെ മൊത്തം ഉത്തരവാദിത്വം ഏൽപ്പിക്കുക. ഉപദേശിമാരെ അതിനകത്ത് കൈകടത്താൻ അനുവദിക്കാതിരിക്കുക. പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ സെഷൻസ് വേണേൽ 1-2 സെഷൻസ് കൊടുക്കാം എന്നുള്ളതേ ഉള്ളൂ. ഈ 10 സെഷനിൽ ഇതാണെങ്കിൽ അതിന്റെ പ്രശ്നം ഇറ്റ്സ് ഓൺലി റെപ്പറ്റീഷൻ, ആവർത്തന വിരസത മാത്രമാണ്. ഒരു 2 സെക്ഷൻ നമുക്ക് അതിനു വേണ്ടി കൊടുക്കാം. ആ 2 സെക്ഷൻ വളരെ കൃത്യമായും ക്രിയാത്മകമായും നടത്തിയാൽ അതിനുള്ള റിസൾട്ട് കിട്ടും. നമ്മൾ അതിനെ ഒരിക്കലും ഒഴിവാക്കിയല്ല സംസാരിക്കുന്നത്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം, ഡു നോട്ട് പ്രൊമോട്ട് കൺവെൻഷൻ പ്രീച്ചേഴ്സ്. ഈ കൺവെൻഷൻ പ്രീച്ചേഴ്സിനെ എന്തിനാ ക്യാമ്പുകളിൽ പ്രൊമോട്ട് ചെയ്യുന്നത്? എന്നാ പിള്ളേരെ കൺവെൻഷന് കൊണ്ടുപോയ പോലെ. കൺവെൻഷൻ പ്രീച്ചേഴ്സിനെ ക്യാമ്പുകളിൽ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല. കാരണം അവർ വരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും കുട്ടികൾക്ക് ഉണ്ടാവുന്നില്ല. കാരണം കൺവെൻഷൻ പ്രീച്ചേഴ്സിലെ ഒരു 99% ആളുകൾ അഡ്രസ് ചെയ്യുന്നത് പ്രായമുള്ളവരെയാണ്. പ്രായമുള്ള അവരുടെ കൺവെൻഷന് വന്ന് മുമ്പിലിരുന്ന് കേൾക്കുന്ന പ്രായമുള്ളവരെ അഡ്രസ് ചെയ്തുള്ള പരിചയം മാത്രമേ ഇവർക്ക് ഉള്ളൂ. വളരെ ചുരുക്കം കൺവെൻഷൻ പ്രീച്ചേഴ്സിന് മാത്രമേ ഈ കുട്ടികളെ ഡീൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ളൂ, അവരോട് അഡ്രസ് ചെയ്യാൻ ഉള്ളൊരു കഴിവുള്ളൂ. അല്ലാതെ ബഹുഭൂരിപക്ഷം കൺവെൻഷൻ പ്രീച്ചേഴ്സിനും ആ ഒരു കഴിവ് ഇല്ലെന്ന് മനസ്സിലാക്കുക. ഡു നോട്ട് പ്രൊമോട്ട് ദം. കൺവെൻഷൻ പ്രീച്ചേഴ്സിനെ നമ്മളുടെ ക്യാമ്പ് വേദികളിൽ നിന്ന് ഒഴിവാക്കുക. അത് സെൻട്രൽ പാസ്റ്റർ ആയാലും അത് ആ സഭയുടെ ഒരു ഉന്നത നേതാവായാലും അവരോട് നമുക്ക് ബഹുമാനക്കുറവൊന്നുമില്ല. പക്ഷെങ്കിൽ നിങ്ങൾ അവിടെ സ്യൂട്ടല്ലെന്നുള്ളതാണ്. നിങ്ങൾ ആവശ്യമില്ലാത്ത ഒരിടത്ത് നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ നിൽക്കുകയാണ്. അത് നിങ്ങളോടുള്ള കുട്ടികളുടെ വില തന്നെ അത് നഷ്ടപ്പെടുത്തും. നിങ്ങളുടെ വില തന്നെ എന്ത് ചെയ്യും? നിങ്ങൾക്ക് വിലയില്ലെന്നുള്ളതല്ല, നിങ്ങൾ അവിടെ തൽക്കാലം വേണ്ട. ഇപ്പം യൂത്ത് ക്യാമ്പാണ് ഇവിടെ
നടക്കുന്നത്. അപ്പൊ അവരെ അഡ്രസ്സ് ചെയ്യാൻ, അവരുടെ വിഷയങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ കഴിവുള്ളവരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അവിടേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഒരു ആവശ്യം അവർക്ക് അവിടെ ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. പിന്നെ യൂത്ത് ക്യാമ്പുകളിൽ കുറച്ചുകൂടെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നൽകാനായിട്ട് പറ്റും. ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ കുട്ടികളുടെ സ്കില്ലുകളെ നമുക്ക് എന്ത് ചെയ്യാം, പരിപോഷിപ്പിക്കാനുള്ള ഇടങ്ങൾ അവിടെ നൽകാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ക്രിയേറ്റീവ് തിങ്കിങ്ങിനുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ട് പറ്റും. ശില്പശാലകൾ സംഘടിപ്പിക്കാൻ പറ്റും. പെയിന്റിങ്സ് പോലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, കല പോലുള്ള വരയ്ക്കാൻ. അതുപോലെ മറ്റേ സ്കൾപ്ചർ ഒക്കെ ഉണ്ടല്ലോ, ഈ മണ്ണ് കൊണ്ട് ഓരോ സംഗതികളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചാൽ കുട്ടികൾ വളരെ ക്രിയേറ്റീവായിട്ട് അതിനോട്. അപ്പൊ ഈ ഒരു എപ്പോഴും വന്നിരുന്ന ഒരു, നമ്മൾ ഈ ക്യാമ്പിന് ചെല്ലുമ്പോൾ തന്നെ മുമ്പേ പറഞ്ഞോട്ട് ആ ഗ്രീക്ക് വേർഡ് എഴുതി 2025 എഴുതി ഒരു ഫയൽ നമുക്ക് തരും. ഫയലിനകത്ത് 4 പേപ്പർ തിരികും, മറ്റേ ഒരു 4 രൂപയുടെ പേനയും തരും. ഇതും കഷത്തി പിടിച്ച് 3 ദിവസം ഈ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യാം, നടക്കുക. ഈ സാധനം അല്ലാതെ വേറൊരു സാധനം ഇവരുടെ കയ്യിൽ ഇല്ല. ഒരാൾ ഇടയ്ക്ക് ആരെങ്കിലും വരുന്നു, ക്ലാസ് എടുക്കുന്നു, അവർ എഴുതുന്നു, സംശയങ്ങൾ ചോദിക്കുന്നു, അവർ സംശയ നിവാരണം നടത്തുന്നു, നിവാരണം നടത്തപ്പെടുന്നു എന്ന സമയം നമുക്കറിയില്ല. പക്ഷെ നമ്മൾ മറ്റേ ക്രിയേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്ത് നോക്കിയേ, അല്ലേ? ഇപ്പൊ മ്യൂസിക്കൽ, നമ്മുടെ ഈ ക്യാമ്പിന്റെ തീം ഇതാണ്. ഈ തീമുമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികളോട് പറയുന്നത്, നിങ്ങൾ ഒരു പാട്ട് എഴുതുന്നു, ഗ്രൂപ്പായിട്ട് കുട്ടികളെ തിരിക്കുക. 6 ഗ്രൂപ്പുണ്ട്, 6 ഗ്രൂപ്പിനും എന്ത് ചെയ്യുക, 6 ഗ്രൂപ്പിന് പാട്ട് നമ്മൾ ലിറിക്സ് നമ്മൾ കൊടുക്കുക, പാട്ടിന്റെ വരികൾ നമ്മൾ കൊടുക്കുക. അവരെന്ത് ചെയ്യട്ടെ, ട്യൂൺ ചെയ്യട്ടെ. അപ്പൊ അവർക്ക് ഇൻവോൾവ്മെന്റ് ആയി, അല്ലേ? അപ്പൊ തന്നെ ഗിറ്റാറോ കീബോർഡോ പോലെയുള്ള ഉപകരണങ്ങൾ അവിടെ സജ്ജമായിക്കൊണ്ട് അവർ തന്നെ ഓരോ ദിവസവും എന്ത് ചെയ്യുക. ഈ ക്യാമ്പിൽ ഇപ്പൊ 6 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ 6 തീം സോങ്, ലിറിക്സ് സെയിം ആയിരിക്കും. 6 രീതിയിൽ ആ പാട്ട് പോട്ടെ, 3 ദിവസം ഒറ്റ രീതി. ഇപ്പൊ നമ്മുടെ തീം സോങ് പാടാന്ന് പറയുമ്പോൾ ഉള്ള പരിപാടി വേണ്ട. അപ്പൊ അവർക്ക് ക്രിയേറ്റീവായിട്ട് അതിനകത്ത് ഇടപെടാനായി പറ്റുന്ന ആ 6 ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് അവർക്കൊരു സ്കില്ലുണ്ടെന്നുള്ളൊരു ബോധ്യം അവർക്ക് ഉണ്ടാകുന്നു. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ പെയിന്റിങ് ഇഷ്ടമുള്ള കുട്ടികളെ സംബന്ധിച്ച് ആ ക്യാമ്പിന്റെ തീമുമായി ബന്ധപ്പെട്ടുള്ള പെയിന്റിങ്സ് അവർക്ക് ചെയ്യാം. സ്കൾപ്ചർ മേക്കിങ്ങിനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. അതുപോലെ സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിനുള്ള സാധ്യത അവിടെ ഉണ്ട്. സ്കിറ്റ് പ്രസന്റ് ചെയ്യാനുള്ള സാധ്യത അവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ കുട്ടികൾക്ക് ഒരു ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് അവരെ ഉൾപ്പെടുത്തുകയും ഇതെല്ലാം ഉൾപ്പെടുത്തിയതിനു ശേഷം ഇടയ്ക്ക് 1-2 സെഷനിൽ അവരെ പിന്നെ ദൈവവേലയ്ക്ക് വേണ്ടിയുള്ള ഒരു ആഹ്വാനം കൊടുക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരെന്ത് ചെയ്യും, ഹാപ്പിയാവും. അവർക്കപ്പോൾ അതിനകത്ത് ഒരു സന്തോഷം അവർക്ക് ഉണ്ട്. അപ്പൊ യൂത്ത് ക്യാമ്പുകൾ അർബോറാക്കാതിരിക്കാൻ വേണ്ടി ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. പാസ്റ്റേഴ്സ് അതിനകത്ത് അമിതമായി കൺട്രോൾ ചെയ്യേണ്ട. നിങ്ങളുടെ ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് ഈ കുട്ടികളുടെ മേലുള്ളൊരു നിയന്ത്രണം വേണ്ട. പക്ഷെ നിങ്ങളുടെ ഒരു നോട്ടം ഉള്ളത് നല്ലതാണ്, ഇല്ലെന്നും നമ്മൾ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ അവിടെ വന്ന് നിന്നൊരു വല്ലാണ്ടൊരു സ്റ്റേജ് ഉണ്ടാക്കാതിരിക്കുന്നതാണ് നല്ലത്. കുട്ടികളുടെ വേദിയാണ്, ചെറുപ്പക്കാരുടെ വേദിയാണ്. ദ ക്യാമ്പ് ഈസ് എൻറ്റയർലി ഫോർ യൂത്ത്. അവര് പ്രസംഗിക്കട്ടെ, ചോദ്യോത്തരങ്ങൾ അവർ നടത്തട്ടെ, അവര് ക്ലാസ് എടുക്കട്ടെ, അവരുടെ അനുഭവങ്ങൾ അവർ പറയട്ടെ, അല്ലേ? അപ്പൊ അങ്ങനെയുള്ള ഒരു ഇന്ററാക്ഷൻസ് ആണ് അവിടെ ഉണ്ടാവേണ്ടത്. അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അത്തരം ക്യാമ്പുകൾ സക്സസ്ഫുൾ എൻഡിങ് അതിനുണ്ടാവും. നമ്മുടെ ആ കുട്ടികൾക്ക് തന്നെ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും. അപ്പൊ ഒരു സോഷ്യൽ വർക്ക് ചെയ്യാൻ അവർക്ക് അതിലൂടെ കഴിയും. അപ്പം തന്നെയല്ല, ഇതിനിടയ്ക്ക് നമ്മൾ കരിയർ ഗൈഡൻസ് പരിചയപ്പെടുത്താം. അതിനകത്ത് സോഷ്യൽ വർക്ക് ഇഷ്ടമുള്ള കുട്ടികൾ, നേഴ്സിംഗ് ഇഷ്ടമുള്ള കുട്ടികൾ, അതുപോലെ തന്നെ ഫാർമസി ഇഷ്ടമുള്ള കുട്ടികൾ, ടീച്ചേഴ്സ് ആവാൻ ഇഷ്ടമുള്ള കുട്ടികൾ, റിസർച്ച് ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികൾ, അങ്ങനെ ഒരു പല കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ള കുട്ടികളുടെ ഒരു ലിസ്റ്റ് കണ്ടെത്തിയാൽ തന്നെ അവരെ നമുക്ക് അടുത്ത ലെവലിലേക്ക് ഗൈഡ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഈ ക്യാമ്പുകളിൽ നിന്ന് പറ്റും. അപ്പം ഈ യൂത്ത് ക്യാമ്പുകൾ കുറച്ചും കൂടെ മീനിങ് ഫുൾ ആയി പോകണമെങ്കിൽ അപ്പോൾ തന്നെ കുഞ്ഞുങ്ങൾ അതിൽ കൂടുതൽ ആക്റ്റീവ് ആകുകയും ചെയ്യും. അതായത് ഈ ആക്റ്റീവ് ഇൻവോൾവ്മെന്റ് കുട്ടികൾക്ക് ഉണ്ടാവുന്ന രീതിയിലേക്ക് യൂത്ത് ക്യാമ്പുകളെ എന്ത് ചെയ്യുക, ഇപ്പോൾ ഉള്ള ആ ഒരു സമീപന രീതി മാറ്റിയിട്ട് ഇപ്പോൾ ഉള്ള സമീപന രീതിയെ പൊളിച്ചെഴുതണം. ഞങ്ങൾ ഈ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഞങ്ങളുടെ കുറച്ച് ആശയങ്ങളാണ് പറഞ്ഞത്. ഇതിനകത്ത് ഞങ്ങൾ ഒരിക്കലും ഇത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഐഡിയാസ് ആണെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷെങ്കിൽ
ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഞങ്ങളുടെ ശ്രോതാക്കള് ഇത് എടുത്താൽ നന്നായിരിക്കും. നിങ്ങളുടെ ക്യാമ്പുകളെ കുറച്ചും കൂടെ മനോഹരമാക്കാൻ പറ്റും. കഴിയും.